അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിനെ സ്വന്തം സ്ഥലമായി രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശത്തിന് ഇസ്രായേൽ ഭരണകൂടം അംഗീകാരം നൽകി. അധിനിവേശം ആരംഭിച്ച 1967 ശേഷം ആദ്യമായാണ് ഇസ്രായേൽ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. വെസ്റ്റ് ബാങ്കിൽ അനധികൃത കുടിയേറ്റം അതിവേഗത്തിൽ നടക്കുന്ന വേളയിലാണ് ഭൂമി കൈവശപ്പെടുത്താനുള്ള ഇസ്രായേലിന്റെ ഗൂഢതന്ത്രം അരങ്ങേറുന്നത്. തീരുമാനത്തിനെതിരെ ഫലസ്തീൻ അതോറിറ്റിയും ഹമാസും രംഗത്തെത്തി. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും UN പ്രമേയങ്ങളുടെയും ലംഘനമാണെന്ന് ഇരു കക്ഷികളും കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി അബ്ബാസ് മുഹമ്മദ് ചേരുകയാണ്. അബ്ബാസ്, 1967 അധിനിവേശത്തിന് പിന്നാലെ ഇപ്പോൾ ഇതാദ്യമായാണ് വെസ്റ്റ് ബാങ്ക് സ്വന്തമാക്കാനുള്ള കൈവശപ്പെടുത്താനുള്ള ഇസ്രായേലിന്റെ നീക്കം. എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അണിയറയിൽ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെ എങ്ങനെ വിലയിരുത്താം? ദിവ്യ, ഇത് വളരെ അപ്രതീക്ഷിതമെന്ന് പറയേണ്ടി വരും. കാരണം ഗസയിൽ ഒരു സമാധാനത്തിൻ്റെ പുലരി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് വെസ്റ്റ് ബാങ്കിനെ കൂടി കീഴ്പ്പെടുത്താനുള്ള ഒരു ഇസ്രായേലിൻ്റെ ഗൂഢതന്ത്രം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വെസ്റ്റ് ബാങ്കിൽ വളരെ വലിയ അക്രമ സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ, ഇസ്രായേൽ റെയ്ഡുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഭരണകൂടം ഈ വെസ്റ്റ് ബാങ്കിൻ്റെ അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിനെ സ്വന്തം ലാൻഡായി അംഗീകരിക്കാനുള്ള, സ്വന്തം ലാൻഡായി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇസ്രായേൽ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. ഇത് 3 മന്ത്രിമാരാണ് നിലവിൽ ഈ ഒരു പ്രമേയം അവതരിപ്പിച്ചത്. ഈ പ്രമേയത്തിന് ഇസ്രായേൽ ഭരണകൂടം അനുമതി നൽകുകയായിരുന്നു. ഇതോടുകൂടെ വെസ്റ്റ് ബാങ്കിനെ സ്വന്തം സ്ഥലമായി അംഗീകരിക്കാനുള്ള ഒരു നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നതെന്നാണ്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം കൂടി ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം, അത് ഇസ്രായേൽ എന്ന് പറയുന്ന നിലവിലെ രാഷ്ട്രത്തിൽ നിന്ന് രണ്ട് ഭാഗങ്ങളായാണ്. ഒന്ന് ഗസ, അഥവാ മെഡിറ്ററേനിയൻ സീയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഗസ എന്ന് പറയുന്നത്. വളരെ മെലിഞ്ഞൊരു ഭൂപ്രദേശം. ഇത് നമ്മൾ അവിടുത്തെ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര ദിവസം എന്നോണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു പ്രശ്നം നിലവിൽ റഫ അതിർത്തി തുറന്നതിലൂടെ ഗസയിലെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതിനപ്പുറത്ത് ഈ ഗസയിൽ നിന്ന് ഏകദേശം 45-50 കിലോമീറ്റർ സഞ്ചരിച്ച് അതിലൂടെ ഇസ്രായേലിനകത്തുകൂടെ സഞ്ചരിച്ചാലാണ് ഫലസ്തീൻ്റെ മറ്റൊരു കഷണമുള്ളത്. ഇതാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. വെസ്റ്റ് ബാങ്ക് നമുക്കറിയാവുന്നതുപോലെ ചരിത്ര പ്രദേശങ്ങളായ ബത്ലഹം, ജെറൂസലേം, അതുപോലെ ജനീൻ, അതേപോലെയുള്ള ഒരു വലിയ ഭൂപ്രദേശമാണ്. ഡെമോഗ്രഫിക്കലി ഇത് ഒരു ഭാഗത്ത് ഇസ്രായേലാണ് ഇതിൻ്റെ അതിർത്തി എന്ന് പറയുന്നത്, മറ്റൊരു ഭാഗത്ത് ജോർദാനാണ്. ഒരു ചെറിയൊരു ഭൂപ്രദേശം അതിർത്തി പങ്കിടുന്നത് ചാവുകടലുമായിട്ടാണ്. ഇതാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ വെസ്റ്റ് ബാങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ നിന്നുള്ള ജൂതന്മാരുടെ അനധികൃത കുടിയേറ്റം 1967 മുതൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഈ ഒരു വർഷം മാത്രം 960-ലേറെ യൂണിറ്റുകളാണ്, വീടുകളാണ് അവിടെ വീടുകൾക്കാണ് ഇസ്രായേൽ ഭരണകൂടം ഈ വെസ്റ്റ് ബാങ്കിൽ അനുമതി നൽകിയത്. ഇങ്ങനെ ഈ ഒരു അനക്സേഷൻ പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് ദീർഘകാലമായി ഏരിയ 2, ഏരിയ A, B, C എന്നുള്ളങ്ങനായിട്ട് ഈ ഒരു ഭൂപ്രദേശത്തെ ഏരിയ എയിലേക്ക് വരുമ്പോൾ ഒരു 18% ഏരിയ എ എന്ന് പറയും. ഇതിൽ സമ്പൂർണ്ണമായി ഫലസ്തീൻ അതോറിറ്റിക്കാണ് ഇവിടുത്തെ സിവിൽ റൈറ്റും അതുപോലെ ഇവിടുത്തെ സെക്യൂരിറ്റി റൈറ്റും ഉള്ളത്. ഈ ഏരിയ ബി എന്ന് പറയുമ്പോൾ സിവിൽ റൈറ്റ് ഫലസ്തീനിയൻ അതോറിറ്റിക്കും അതുപോലെ സെക്യൂരിറ്റി ചുമതല ഇസ്രായേൽ ഭരണകൂടത്തിനുമാണ്. ഏരിയ സി എന്ന് പറയുന്നത് 61% വരും. ഇതിൽ സമ്പൂർണ്ണമായി ഇവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ്റെയും അതുപോലെ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ്റെയും ചുമതല മാത്രമല്ല അത് കൈയടക്കി വെച്ചിട്ടുള്ളത് ഇസ്രായേൽ ഭരണകൂടമാണ്. ഇതാണ് ഈ അധിനിവിഷ്ട ഫലസ്തീൻ എന്ന് പറയുന്നത്, അധിനിവിഷ്ട വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ അധിനിവിഷ്ട വെസ്റ്റ് ബാങ്ക് നമുക്ക് അറിയാവുന്നതുപോലെ ഈ വെസ്റ്റ് ബാങ്കിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രദേശത്താണ് എന്ന് ധരിക്കുന്നെങ്കിൽ തെറ്റി. നമുക്ക് ഈ തെക്ക് ഭാഗത്തും അതുപോലെ മധ്യഭാഗത്തും കിഴക്ക് ഭാഗത്തും എല്ലാ ഭാഗത്തും ഇങ്ങനെ ഈ ഇസ്രായേലിൻ്റെ അധിനിവേശമുണ്ട്. ഈ അധിനിവിഷ്ട വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് മാപ്പ് നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ മുഴുവൻ സ്ഥലങ്ങളും അനക്സ് ചെയ്യാനുള്ള, തങ്ങളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കാനുള്ള ഒരു ശ്രമമാണ്, ഒരു പ്രമേയത്തിലാണ് നിലവിൽ ഇസ്രായേൽ ഭരണകൂടം ഒപ്പുവെച്ചിട്ടുള്ളത്. ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം സ്വന്തം മണ്ണ്, സ്വന്തം ഭൂമി എന്ന് പറയുന്നത്, അതിനുമേലുള്ള പരമാധികാരം ഫലസ്തീനികൾക്ക് നഷ്ടമാകും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായി, ഇസ്രായേൽ നിലവിൽ അധിനിവേശിച്ചിട്ടുള്ള സ്ഥലങ്ങളെല്ലാം, പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലെല്ലാം ഇസ്രായേലിന്റെ അധിനിവേശം നടന്നിട്ടുണ്ട്.